बहुत सारी जनता थी ഒത്തിരി ഞങ്ങളുടെ ഇടയിൽ ഒത്തിരി വലിയ സമ്മേളനം നടക്കാറുണ്ട്. അങ്ങനെ ഒരു സമ്മേളനം നടക്കേണ്ടത് ഒത്തിരി പേര് വരുവാനേ ചേർന്നു. और कम से कम 10 लाख लोग वहां आते हैं. ഏകദേശം 10 ലക്ഷം ആൾക്കാർ കൂടിയതായ ഒരു വലിയ സമ്മേളനം നടക്കുവാനേ और ചേർന്നു. बीच में एक बहुत बड़ा कुआं था, ഒരു വലിയ കുളം ഉണ്ടായിരുന്നു. पानी वाला कुआं. യെസ്, വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു വലിയ കുളം അതിന്റെ നടുവിൽ ഉണ്ടായിരുന്നു. एक 5 साल का बच्चा उसमें गिर गया. ഒരു 5 വയസ്സുള്ളതായ ഒരു കുഞ്ഞ് അതിൽ വീഴാനിടയായി ചേർന്നു. वो बच्चा रो बचाओ बचाओ बचाओ. ആ കുഞ്ഞ് നിലവിളിക്കിടയിൽ ചേർന്നു. എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. ऊपर में भी बहुत सारे हजारों लोग भीड़ लगा के बोल रहे हैं बचाओ बचाओ बचाओ. അങ്ങനെ ഇത്രയും വലിയ ആൾക്കാരുടെ വലിയ കൂട്ടം കണ്ടിട്ട് എന്നെ രക്ഷിക്കൂ എന്ന് വിളിച്ചു പറഞ്ഞു. बचाओ बचाओ बचाओ. बच्चा बोल रहे हैं बचाओ बचाओ बचाओ. ആ കൊച്ചു വിളിച്ചു പറഞ്ഞു തീർന്നു, എന്നെ രക്ഷിക്കൂ. बड़े बड़े पहलवान जवान किसी की हिम्मत नहीं हो रही कूदने की. എന്നാൽ വലിയ ആളുകൾ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും ആ കുഞ്ഞിനെ രക്ഷിക്കാനുള്ളതായ ഒരു മനസ്സ് വന്നില്ല. उसी समय एक 95 इयर्स का बूढ़ा आदमी कूद गया. എന്നാൽ 95 വയസ്സുള്ളതായ ഒരു വലിയ വളരെ പ്രായം ചെന്നതായ വ്യക്തി ആ വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങുന്നതിനെ उसने बच्चे को पकड़ लिया ആ കുഞ്ഞിനെ താൻ കോരിയെടുത്തു. और लोगों ने रस्सी डाली. People put the rope ഓക്കെ, ആളുകൾ എന്ത് ചെയ്തു? ഒരു വലിയ കയറിട്ട് കൊടുത്തു. और वो उसको दोनों को खींच के बाहर निकाला. രണ്ടുപേരെയും ആ കയറിൽ വലിച്ച് കയറ്റുവാനിടയായി ചേർന്നു. और जब वो लोग बाहर आया वो बूढ़ा आदमी तो सारा मीडिया आ गया. मीडिया അവൻ ആ 95 വയസ്സുള്ളതായ മനുഷ്യനെ കുഞ്ഞിനെയും രക്ഷിച്ചുകൊണ്ട് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ മീഡിയക്കാർ തന്നെ ചുറ്റും കൂടാനിടയായി. लोगों ने बोला अरे आप कौन हो? इतने बूढ़े आदमी, बड़े बड़े जवान, बड़े बड़े पहलवान, किसी की हिम्मत नहीं कूदने की. आप कौन हो? कहाँ रहते हो? क्या नाम है आपका? ആ മീഡിയക്കാർ തന്നോട് ചോദ്യമായി ചോദിക്കേണ്ടി തരുന്നു. ഇത്രയും പ്രായം ചെന്ന വ്യക്തിയോട് ചോദിക്കുകയാണ്, ഇവിടെ ഒത്തിരി ശക്തിയുള്ളതായ ആളുകളുണ്ട്, പ്രായമില്ലാത്തതായ ചെറുപ്പക്കാരായ ആളുകളുണ്ട്, നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനാണ് ഈ വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങി കുഞ്ഞിനെ രക്ഷിച്ചതെന്നൊരു ചോദ്യം ചോദിച്ചു. बूढ़े ने कहा हल्ला मत करो, पहले ये बताओ मेरे को धक्का कौन मारा था? ആമേൻ. എല്ലാവരെയും തട്ടിമാറ്റിക്കൊണ്ട് താനെ പറയേണ്ടി തീർന്നു. ആദ്യം എന്നോട് പറ, എന്നെ ആരാ വെള്ളത്തിലേക്ക് തള്ളിയിട്ടത്? पहले ये बताओ कि मेरे को धक्का किसने मारा? എന്നോട് ഒരു ഉത്തരം പറയുക, എന്നെ ആരാണ് ഈ വെള്ളത്തിലേക്ക് തള്ളിയിട്ടത് എന്ന് പറയാൻ പറഞ്ഞു. मुझे नहीं मालूम आपको कौन सा धक्का यहाँ लाया, लेकिन ये धक्का भी अच्छा है क्योंकि हमको यीशु मसीह के पास लाया है. നിങ്ങളെ തള്ളിവിട്ടതെന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷെ ഇതേ കാരണമാണ് യേശു കർത്താവിന്റെ അടുക്കൽ जीवन के सारे धक्के कष्ट पीड़ा परेशानियां हमको स्वीकार हैं अगर वो हमको यीशु के पास लेके आई है. ജീവിതത്തിൽ എന്ത് കഷ്ടവും നഷ്ടവും പ്രയാസവും നമുക്ക് സഹിക്കാൻ കഴിയും, അത് കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ. अंधे बर्तिमाई का अंधापन हमारी आंखों को खोलने के लिए है. ആമേൻ. സ്തോത്രം. അന്ധനായ ബർത്തിമായിയെ കർത്താവ് സൗഖ്യമാക്കിയത് നമ്മുടെ കണ്ണുകൾ തുറക്കുവാൻ വേണ്ടിയാണ്. वो अंधा आदमी आज सारे समाज के लिए एक बहुत बड़ा उदाहरण और संदेश बन जाता है. ആ കണ്ണ് തുറക്കപ്പെട്ടതായ ബർത്തിമായി നമുക്ക് എല്ലാവർക്കും ഒരു വലിയ ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. हालेलुया ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. इस संसार की सबसे इंपॉर्टेंट चीज है आंख. ഈ ലോകത്തിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ आपकी जिंदगी का सबसे इंपॉर्टेंट चीज है आपकी आंख. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമാണ് നമ്മുടെ കണ്ണുകൾ എന്നുള്ളത്. और बाइबल बोलती है यदि तुम्हारी आंख अंधी हो जाए तो तुम्हारा सारा शरीर अंधा हो जाएगा. വചനം പറയുന്നു, നിങ്ങളുടെ കണ്ണ് കാണാൻ വഴിയില്ലെങ്കിൽ നിങ്ങളുടെ ശരീരം മുഴുവനും അന്ധകാരമായിരിക്കും, ഇരുളായിരിക്കും. बाइबल कहती है यदि तुम्हारी आंख अंधी हो जाएगी तो तुम्हारा पूरा शरीर अंधकार में हो जाएगा. നിങ്ങളുടെ കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ നിങ്ങളുടെ ശരീരം മുഴുവൻ അന്ധകാരത്തിലാണ്, ഇരുട്ടിലാണ്. बोलिए प्रभु यीशु महाराज की जय. मजा नहीं आया? बोलिए परम पिता परमेश्वर की जय. आत्माओं की जय. हालेलुया हालेलुया. एक चोर था. ഒരു കള്ളനെ കുറിച്ച് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. वो प्रोग्राम चलता रहता था, एक संत जी का मीटिंग चलती थी, वो सबसे पीछे बैठा रहता था. ഒരു വലിയ സമ്മേളനം നടക്കുമ്പോൾ ഏറ്റവും പുറകിലായിട്ട് ഒരു കള്ളൻ ഉണ്ടായിരുന്നു. और वो बाबा जी जो थे, गुरु जी, प्रभु का दास, एक ही प्रवचन रोज बोलता, सच बोलना चाहिए. ഒരു പ്രവചനം ദേവദാസൻ എന്നും പറയാറുണ്ട്, സത്യം പറയണം എന്നുള്ളതായ सच बोलना चाहिए. സത്യം പറയണം എന്നുള്ളതായ ഒരു വചനം താൻ എപ്പോഴും പറയാറുണ്ട്. आप में से कौन कौन झूठ बोलता है? हाथ उठाइए. നിങ്ങളിൽ നുണ പറയുന്നവർ മാത്രം ഒന്ന് കൈ ഉയർത്തിക്കേ. पक्का
अरे सब लोग നിങ്ങൾ നുണ പറയാറുള്ളവർ സത്യത്തിൽ നിങ്ങളൊന്ന് കൈ ഉയർത്തിക്കേ. ऐसा कोई आदमी नहीं है जो झूठ ना बोलता हो. കള്ളം പറയാത്ത നുണ പറയാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തിലില്ല. भारत में सबसे ज्यादा झूठ बोलते हैं. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ നുണ പറയുന്നവരാണുള്ളത്. हमारे सिक्के में लिखा है सत्यमेव जयते. ഓ ഹല്ലേലൂയ. ഞങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് സത്യമേവ ജയതേ എന്ന് और सबसे എഴുതിയിട്ടുണ്ട്. ज्यादा झूठ भारत के लोग बोलते हैं. ആമേൻ. എന്നാൽ ഏറ്റവും കൂടുതൽ നുണ പറയുന്നത് നമ്മുടെ ഭാരതക്കാരാണ്. अच्छा हमारे भारत देश में बोलते हैं 5 मिनट में आ रहा हूँ, 5 मिनट में आएगा नहीं, 5 घंटे बाद आएगा. ആമേൻ. 5 മിനിറ്റിനുള്ളിൽ ഞാൻ വരാമെന്ന് പറയും, 5 മണിക്കൂറായാലും എത്തുകയില്ല. हम 1 मिनट में आ रहे हैं. मेरे समझ में नहीं आया ये 1 मिनट का कॉन्सेप्ट क्या है. ആമേൻ. ഈ 1 മിനിറ്റിൽ എങ്ങനെ എത്തിത്തീരുമെന്ന് എനിക്ക് അറിയത്തില്ല. हमारे बाहर के फ्रेंड्स आते बोले गुरुजी आप लोग 1 मिनट में कभी आए नहीं, झूठ क्यों बोलते हो. ആമേൻ. ഞങ്ങളുടെ അയൽപക്കത്തുള്ളവർ പറയാറുണ്ട് നിങ്ങൾ 1 മിനിറ്റിൽ ഒരിക്കലും വരാറില്ല, പിന്നെ എന്തിനെങ്കിലും നുണ പറയുന്നത്. आपको आपके एक इम्पोर्टेंट बात है. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. आप में से कौन कौन अमेरिका गया है. हाँ तो നിങ്ങൾ എത്ര പേര് അമേരിക്കയിൽ പോയിട്ടുണ്ട്? How many of you been to US. Very good. എത്ര പേര് അമേരിക്കയിൽ പോയിട്ടുണ്ട്? അങ്ങനെയുള്ളവരൊന്ന് കൈ ഉയർത്താമോ? बोलिए जाएंगे. പോകും എന്ന് പറയുന്നവർ बोलिए जाएंगे. പറഞ്ഞാട്ട് ഞാൻ അമേരിക്കയിൽ പോകും എന്ന് പറഞ്ഞാട്ട്. अगर नहीं बोलोगे तो कभी नहीं जाओगे. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഒരിക്കലും പോകത്തില്ല. बोलिए जाएंगे. പറഞ്ഞാട്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞാട്ട്. हाँ. इंग्लैंड कौन कौन गया. ഇംഗ്ലണ്ടിൽ എത്ര പേര് പോയിട്ടുണ്ട്? तो क्या बोलना है. नहीं गया तो क्या बोलना है. ഇതുവരെ പോയിട്ടില്ല എന്ത് പറയണം? हाँ? जाएंगे. ഞാൻ പോകും എന്ന് പറയണം. वेरी गुड. जाएंगे. ഞാൻ പോകും. कोका कोला कौन कौन पिया है. എത്ര പേര് കൊക്കക്കോള കുടിച്ചിട്ടുണ്ട്? और जो नहीं पिए बोलो पिए. കൊക്കക്കോള കുടിക്കാത്തവർ പറഞ്ഞാട്ട് ഞാൻ കുടിക്കുമെന്ന് പറഞ്ഞാട്ട്. बोले विश्व महाराज की जय. अच्छा भिखारी को देखा आपने. भिखारी യാചിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? യാചകരെ. वो भीख मांगने जाने से पहले सुबह सुबह अपने तरफ से उसमें 1-2-4 रुपए के सिक्के डाल लेता है. ആമേൻ. അവര് ഭിക്ഷ യാചിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് തങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഭിക്ഷ ഇടാറുണ്ട്. എന്നിട്ട് സൗണ്ട് കേൾപ്പിക്കാറുണ്ട്. ഈ वो സൗണ്ട് करने से खींचता है और आएगा. ആമേൻ. അങ്ങനെ ഇട്ടതിന് ശേഷം കേൾപ്പിക്കുമ്പോഴാണ് खाली മറ്റുള്ളവരിൽ നിന്നും खाली रहेगा तो कुछ नहीं आएगा. കാലിയായി കിടന്നാൽ ഒന്നും ലഭിക്കുകയില്ല. आप भी बोला करो जाएंगे. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പറഞ്ഞു थोड़ा सा बोलोगे और आएगा. ആമേൻ. അതുപോലെ കാണിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ലഭിക്കുവാനിടയായി തീരും. इसको बोलते हैं विश्वास का अभ्यास. ആമേൻ. വിശ്വാസത്തിന്റെ പ്രാക്ടീസ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. विश्वास का अभ्यास. बोलिए വിശ്വാസത്തിന്റെ പരിശീലനം എന്ന് പറയുന്നു. विश्वास का अभ्यास. വിശ്വാസത്തിന്റെ പരിശീലനം. हालेलुया. हालेलुया. मैं यहाँ पे प्रोग्राम दे रहा हूँ और मैं चाहता हूँ आप मेरे साथ इन्वॉल्व होइए. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം തരുവാണ്, നിങ്ങൾ എന്റെ ഒപ്പം നിൽക്കണം. हालेलुया. ഹല്ലേലൂയ. बोले प्रभु महाराज की जय. अभी मैं आपको विश्वास के अभ्यास के बारे में बताऊं. വിശ്വാസത്തിന്റെ പരിശീലനത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. हाँ एक प्रोग्राम था. ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. प्रोग्राम में एक बहुत बहुत बड़ा सा 200 किलो का आदमी आया 200 കിലോ ഭാരമുള്ളതായ ഒരു മനുഷ്യൻ ഈ പ്രോഗ്രാമിൽ വന്നു. और वो 200 किलो का आदमी आया. बहुत सारे लोग थे, पार्टी चल रही थी. उसने नींबू उठाया. ആമേൻ. ഒത്തിരി പേര് ആ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു, പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു നാരങ്ങ കയ്യിലെടുത്തു. और नींबू को ऐसे निचोड़ दिया. ഈ നാരങ്ങ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഞെക്കി പിഴിയാനിടയിൽ ചേർന്നു. एकदम ऐसे निचोड़ दिया. വളരെ ശക്തിയോടുകൂടി അത് പിഴിയാനിടയിൽ ചേർന്നു. और निचोड़ने के बाद बोलता है कोई माइकल लाल तो बूंद निकाल के दिखा दे. ഏതെങ്കിലും മൈക്കൽ ഇവിടെ ഉണ്ടെങ്കിൽ എന്നെ തോൽപ്പിക്കാൻ. Is there anybody who can squeeze and bring even 2 drops? मैं 2 लाख रुपए दूंगा. अभी कोई निकाल के दिखा दे. ഈ നാരങ്ങ പിഴിഞ്ഞ് 2 തുള്ളിയെങ്കിലും പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക, ഞാൻ 2 ലക്ഷം രൂപ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞു. लोगों ने सोचा यार ये इतना मोटा, इसका हाथ लोहे जैसा है, इसने पूरा निचोड़ दिया, हम में से कोई नहीं निकाल सकता. ഇത്രയും ശക്തിമാനായ മനുഷ്യൻ 200 കിലോ ഭാരമുള്ള തന്റെ കൈകൾ ലോഹം പോലെ ഇരിക്കുന്ന മനുഷ്യൻ ഈ നാരങ്ങ പിഴിയുവാൻ ഇത്രയും ശക്തി എടുത്തെങ്കിൽ നമുക്ക് ആർക്കും അത് കഴിയുകയില്ല എന്ന് എല്ലാവരും ചിന്തിക്കാനിടയിൽ ചേർന്നു. तो कोई नहीं गया. അതുകൊണ്ട് ആരും എന്ത് ചെയ്തില്ല, ഈ നാരങ്ങ പിഴിയാൻ പോയില്ല. लेकिन एक आदमी पतला दुबला सुकटा मरियल सा, എന്നാൽ വളരെ മെലിഞ്ഞ ഉണങ്ങി ഒട്ടിയതായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു. वो गया, उसने नींबू उठाया ആ മനുഷ്യൻ ചെന്നിട്ട് ഈ നാരങ്ങ തന്റെ കൈകളിൽ എടുത്തു.
और उसको निचोड़ा, 10 बूंद निकाल दिया। താൻ ഇങ്ങനെ പിഴിയനിടയിൽ തീർന്നു, 10 തുള്ളി അതിൽ നിന്ന് പുറത്തു വരിടയിൽ തീർന്നു. तो वो पहलवान डर गया। എന്നാൽ ആ വലിയ മനുഷ്യൻ പെട്ടെന്ന് പേടിക്കാനിടയായി. बोला सर, गुरु, अरे प्रभु कौन है? വേഗം തന്റെ സംസാര രീതി മാറി. ഓ ഗുരുവേ, നിങ്ങൾ ആരാണ്? നിങ്ങൾ എവിടുന്ന് വരുന്നു എന്നുള്ളതായ ചോദ്യങ്ങളെല്ലാം ചോദിച്ചു. उसने कहा अरे कुछ नहीं, मैं बस में चना बेचता हूँ। ഞാൻ ഈ മാർക്കറ്റിൽ നാരങ്ങ വിൽക്കുന്ന മനുഷ്യനാണെന്ന്. रोज का काम है नींबू निचोड़ना। എല്ലാ ദിവസവും ചെയ്യുന്നതായ പരിപാടിയാണ് ഈ നാരങ്ങകൾ ഉണ്ടാക്കുന്നത്. डेली मैं नींबू निचोड़ता हूँ, चना बनाता हूँ, चना प्याज नींबू लहसुन डाल के मेरा डेली का काम है। ഞാൻ ഈ ചെയ്യുന്നത് എന്ന് പറയുന്നത് നീമ്പു പാനി അഥവാ നാരങ്ങ വെള്ളം ഉണ്ടാക്കുക എന്നുള്ളതാണ്. करत अभ्यास के जड़मती होत सुजान, रसरी आवत जात है सिल पर पड़त निशान। कंटिन्यूअसली एक रस्सी कुएं में जब वो टकराती है पत्थर पर, तो पड़ते पड़ते पत्थर पर भी निशान बन जाता है। ഒരേ കാര്യം തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഒരു കല്ല് പോലും കൈകൾ കൊണ്ട് പൊടിക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ ഒരു മനുഷ്യൻ എത്തിച്ചേരുന്നത്. हालेलुया, हालेलुया। हालेलुया। तिमाई का पुत्र बर्तिमाई ठहरता नहीं है। തിമായിയുടെ മകൻ ബർത്തിമായിക്ക് ഭയമുണ്ടായിരുന്നില്ല. 1 बार 2 बार 3 बार कई बार चिल्लाता है। അവൻ 1 2 3 പല തവണയായി നിന്ന് കരയുവാനിടയായി തീർന്നു. रुकना पड़ेगा। ആമേൻ. You will have to stop. He will have to. യേശുവിനോട് അവൻ വിളിച്ചു പറയുകയാണ്, നീ നിന്നേ മതിയാകൂ. कौन कौन अमेरिका गया है? എത്ര പേർ അമേരിക്കയിൽ പോയിട്ടുണ്ട്? क्या सीखा बे आपने? अरे क्या बात, हाँ। इंग्लैंड कौन कौन गया? जाएंगे। 100% जाओगे जितने कैलिबर से बोला है। ഇത്രയും ശക്തിയോടെ പറഞ്ഞവർ 100% ഉറപ്പായി ഞാൻ പറയുന്നു, നിങ്ങൾ പോയിരിക്കും. आप मेरी बात को याद रखोगे और ये आप टेस्टिमनी दोगे, मैं लिखित में दे रहा हूँ। ഞാൻ എഴുതി തരാം, ഇത് നിങ്ങളുടെ ഒരു സാക്ഷ്യമായി മാറും. നിങ്ങൾ പോയിരിക്കും. जोर से चिल्लाया, भूखे प्रभु। എത്ര ഉച്ചത്തിൽ അവൻ നിലവിളിച്ചുവോ, യേശു അവന്റെ നിലവിളി കേട്ട് നിൽക്കുവാനിടയായി തീർന്നു. हमारे यहाँ एक दुख का विषय, कोई किसी को इनकरेज नहीं करता है। ഈ കാര്യം ഇവിടെ ആരെയും എൻകറേജ് ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. भारत देश में ना लोग बहुत जलते हैं एक दूसरे से। മറ്റുള്ളവരുമായിട്ട് വേഗത്തിൽ വഴക്കിടുന്നവരാണ്. हालेलुया, ഹല്ലേലൂയ. हालेलुया। हालेलुया। माचिस की जरूरत यहाँ नहीं पड़ती, यहाँ आदमी से चलता है। ആമേൻ. ഇവിടെ ആളുകൾ തമ്മിൽ വഴക്ക് കൂടുവാനായിട്ട് പ്രത്യേകിച്ച് കാരണത്തിന്റെ ആവശ്യമില്ല. चांद तू किस मजहब का है, ईद भी तेरी, करवा चौथ भी तेरा। They will understand. हाँ, तो आप अमेरिका जाओगे, നിങ്ങൾ അമേരിക്കയിൽ പോവുകയാണെങ്കിൽ वहाँ एक कल्चर है। അവിടെ ഒരു സംസ്കാരമുണ്ട്. बीमार आदमी से जब नात, रिश्तेदार, परिवार, यार, रिलेटिव्स मिलने जाते हैं हॉस्पिटल में, तो उसको बोलते हैं गेट वेल सून। ഒരു രോഗിയെ ആരെങ്കിലും സന്ദർശിക്കുകയാണെങ്കിൽ ആ സന്ദർശിക്കുന്ന വ്യക്തികൾ രോഗിയെ നോക്കി പറയും, വേഗത്തിൽ സുഖം പ്രാപിക്കുക. और इंग्लैंड में जाओगे तो बीमार आदमी से परिवार, यार, नात, रिश्तेदार, रिलेटिव्स मिलने जाते हैं, तो उससे बोलते हैं होपिंग फॉर द स्पीडी रिकवरी। ഇംഗ്ലണ്ടിലുള്ളതായ മനുഷ്യർ രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ പോവുകയാണെങ്കിൽ അവർ ഇങ്ങനെ പറയും, നിങ്ങൾക്ക് വേഗത്തിലൊരു സൗഖ്യം ഞങ്ങൾ ആശംസിക്കുന്നു. लेकिन भारत देश में जब कोई बीमार होता है, तो बीमार आदमी से नात, रिश्तेदार, यार, परिवार वाले मिलने जाते हैं, उस बीमार आदमी से बोलते हैं इसी बीमारी से हमारे चाचा तड़प तड़प के मरे थे। ഭാരതത്തിലുള്ളവർ ഒരു രോഗിയെ കാണാൻ ചെന്നാൽ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവരോട് പറയും, അമ്മേ ഇതേ രോഗം കൊണ്ടാണ് എന്റെ അങ്കിള് കഴിഞ്ഞ ആഴ്ച മരിച്ചു പോയതെന്ന് പറയും. वो बेचारा जल्दी से निकल लेता है दुनिया से। ആ രോഗിയെ വേഗത്തിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്യും. हालेलुया, ഹല്ലേലൂയ. बोले प्रभु यीशु महाराज की ജയ.